hey guys, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് വീഡിയോ ഒന്നുകൂടി പാർട്ട് 2 ഇട്ടു. പുതിയ പാർട്ട് 2 ആണിത്. കാരണം കേട്ട സാധനം ഇവിടെ ഉണ്ട്, സോംബിക്കുട്ടൻ. നമുക്ക് വാളുണ്ടായിരുന്നു, നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. എന്നുവെച്ചാൽ തല്ലിക്കൊല്ലാൻ സാധനത്തിന് സ്റ്റോൺ ആക്സ് എടുക്കണം. നമുക്ക് ആദ്യം ഇത് തീർത്തേക്കാൻ മറ്റേ പിക്കാക്സ്. നമ്മള് ഇത് വേണം, പിന്നെ കുറച്ച് ഇതും എടുത്തേക്കാം. കഴിക്കണ്ട വെച്ച് ഇതും വേണമായിരുന്നു. പിന്നെന്താ പറയാ, ഇത് വേണ്ട, എടുക്കണ്ട. പിക്കാക്സ് ഇത്രയും പോരെ? അത്രയും മതി. നമ്മള് ഈ ആക്സും കൊണ്ട് പോയി അതിനെ തല്ലിക്കൊല്ലണം. ആ ഒരു സോംബിക്കുട്ടനെ തല്ലിക്കൊന്നിട്ട് വേണം. നമ്മുടെ ലൈഫ് ഒന്നാണ് ഇത്രയ്ക്ക് കുറവ്. ഉമ്മേ വേണ്ട വേണ്ട. ആച്ചിമ പിടിക്കാനായിട്ട് ഓരോന്നും വന്നോളും. കുഴപ്പമില്ല, ഇപ്പൊ തൽക്കാലം ഇവിടെ കഴിയാം. ഇത് വല്ലാത്തൊരു ചെകുത്താന്റെ സ്ഥലമായി പോയി. എന്ത് ചെയ്യാനാ, വശക്കണമുണ്ട് മനുഷ്യനെ. ഇത്രയും മതി. വാതിൽ അടയ്ക്കുന്നതിന് മുന്നേ കണ്ടിന്യൂ ട്രയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും കൂടി ഒന്ന്, എൻ്റെ വീടിന്റെ പാതിയും പൊളിഞ്ഞിട്ടുണ്ട്. ഉമ്മ എല്ലാവരും പടം ഓരോന്ന് നിൽക്കുക. കുറച്ച് സെറ്റിങ്സ് കാട്ടട്ടെ. ആരും ഒന്നും തോന്നരുത്, എന്നെ ജസ്റ്റ് ഒന്ന് പീസ്ഫുൾ ആക്കുക. സോറി, വയ്യ, താമസിക്കാൻ പറ്റണല്ലോ അങ്ങോട്ട്. ഞാൻ പീസ്ഫുള്ളായിട്ട് ഇതൊന്നും കൂട്ടി വെക്കോ. നമ്മൾ മൈനിങ്ങിന് പോകുന്നു. ലല്ലല, ആരുടെ വരാൻ? അമ്പ് കണ്ടില്ല, യുദ്ധഭൂമിയായിരുന്നു ഇത്. ഇവിടെ ക്രീപ്പർ പൊട്ടി ഈ വീട് നശിപ്പിച്ച്. ഇനി ഈ വീട് നമ്മൾ തിരിച്ചുണ്ടാക്കി കൊടുക്കണം. അതിനാണ് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോഴത്തെ അങ്ങനെ കട്ട് ചെയ്യാം. അങ്ങനെ ഡേർട്ട് കളക്ട് ചെയ്താൽ മതി. ഡേർട്ട് വെച്ച് വീടങ്ങ് പണിത് കൊടുക്കാമല്ലോ. പിന്നെ അത് തന്നെ കിട്ടത്തില്ല, പുതിയ വീടൊന്നും പിന്നെ കിട്ടത്തില്ല. വുഡൻ പ്ലാങ്ക്സ് ഒക്കെ കളയാൻ ആണെങ്കിൽ അവർ തന്നെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണത് പിടിച്ച് വാങ്ങിക്കുക. പിന്നെ നമുക്ക് സ്റ്റോണേജ് ഒക്കെ വേണം. അപ്പോൾ ഇത്രയും ഇത് വെച്ചുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇനി എൻ്റെ വീടിനെ മുറ്റം ശരിയാക്കണം. ഹലോ കോഴി, ഇതിനെ ഞാൻ കൊല്ലണ്ട ഒരു ദിവസം. ഞാൻ ഇവിടെ ഒരു മൈനിങ് നടത്തട്ടെ. ഇവിടെ നടത്താം ഇപ്പോൾ കുറച്ച് നേരത്തേക്ക്. ഞാൻ 2 ബ്ലോക്കായി. നമുക്ക് ആവശ്യമുണ്ട്. ഇവിടം വരെ നമ്മളെത്തി, കുളിച്ച് ഇവിടുന്ന് തുടങ്ങി. അത്ര ഇവിടെ ഒന്ന് അടച്ചിതാ. അവിടെ ഗ്രാസ് ബ്ലോക്ക് വെച്ച് മൂടും. ചോടാ, ഇവിടെ കുറച്ച് ഡേർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് മേൾഭാഗം മാത്രം മൂടിയാൽ പോരെ? ഇതെന്താ ഉള്ളിലൊക്കെ ഫില്ലിങ് തന്നെയാണ്ട്. ചെയ്യാം.
അവിടെ എത്തില്ല. ഇങ്ങനെ എൻ്റെ വീട് മര്യാദയ്ക്ക് പഠിത്തോ. ഇനി അവരുടെ കുഴി മൂടണം. ഓ, ഇവിടെ വീടിൻ്റെ ഇവിടെ ഒരു ഇതുണ്ടല്ലേ, വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എത്തില്ല, നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് അവിടെ ചെയ്യാം. പോയി തീർന്നു. ഇനി നമ്മൾ പുതിയതെടുക്കണം. ഇത്രയും പോരെ, 3 മതി. 2 3. ഓ, അങ്ങനെ ഞാൻ നല്ല കാര്യം ചെയ്തു. 1 കൂടി. ഓക്കെ, ഇവിടെ നല്ല. ഇനി നമ്മൾ ഇവിടെയാണ് വീടുണ്ടാക്കാൻ പോണത്. ഈ ഇരട്ടത്തുണ്ടാക്കിയ എനിക്കൊരു പ്രശ്നം. എനിക്ക് വിളിച്ചു. ഓ, കോള് കിട്ടി നമുക്ക്. ഇനി നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. ടോർച്ച് അധികം ഉണ്ടാക്കണമെന്നില്ല. ഇനി നമ്മൾ സ്റ്റോൺ ഏജാണ്. ഷെയ്ഡർ ഇടാൻ പറ്റണില്ല. നമുക്ക് അറിഞ്ഞൂടാ. ഞണ്ടൊക്കെ പേജ് കൊടുത്താൽ ഷെയ്ഡർ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണേ. ഷെയ്ഡർ ഇട്ടായിരുന്നെങ്കിൽ ടോർച്ച് നമുക്ക് ഒറ്റ കൈ പിടിച്ചാൽ മതി. ഓക്കെ, ഇവിടെ മതി ഇത്രയും. എന്നൊക്കെ നമ്മൾ കുഴപ്പമില്ല. സോംബിയൊന്നും ഇല്ല. ആ പീക്കിലായിട്ടൊരു വീട് പണിതാലും വില്ലേജിൻ്റെ അങ്ങേയറ്റത്തൊന്നും പോകണ്ട. ഇപ്പം സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ താമസിക്കാം. വീടുണ്ടാ. ലീഡ് കിട്ടി എനിക്ക്. ഇനി മുതൽ നീ എൻ്റെ ആടാ. ആടെ ഇങ്ങോട്ട്. ഇനി നീ എൻ്റെയാ, ആരുടെ അല്ല. എൻ്റേത് മാത്രം. വാ, കറിയാ ഇറങ്ങിയാ. നിന്നെ ഞാൻ ഇന്ന് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ കെട്ടിയിട്ട് അടിവാഹം പിടിച്ച് അങ്ങനെ അത് കിട്ടി. ഇനി അത് നമ്മൾ അഴിച്ച് നമ്മുടെ വീട്ടിൽ പുറത്തോട്ടേ കെട്ടിയിടും. ഇവിടെ അല്ലല്ലോ, മണ്ടയെ കയറി പോകണം. ഇനി കിടന്ന് ഉറങ്ങാൻ. നമുക്ക് നാളെ രാവിലെ പണി തുടങ്ങാം. ഈ രാവിലെ സ്വസ്ഥത തരില്ല ഈ കാര്യങ്ങൾ. അതുകൊണ്ടാ എന്താ ഓക്കെ. ഒരു ദിവസം ഞാൻ ഹാർഡ് കോൾ കളിക്കുന്നതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇടുന്ന ഉറപ്പൊന്നുമില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. 10 കമൻറ്റ് കിട്ടിയാൽ ഞാൻ ഇടും. ഇവിടെ അല്ല നമ്മൾ മൈനിങ് സ്റ്റോപ്പ്. മൈനിങ്ങിൻ്റെ കാര്യം വിട്. ആദ്യം വീടൊന്ന് സെറ്റാക്കട്ടെ. വീടങ്ങോട്ട് പൊളിഞ്ഞ് കിടക്കുക. വീട് നമ്മളെപ്പോഴും പറഞ്ഞ വഴി കൂടെ കൂടാം. ഇനി അതിനെ കൊണ്ടുപോയിട്ടെ. ഈ പശുക്കളെയൊക്കെ നമ്മളൊരു വലിയ ഫാം ഉണ്ടാക്കണ്ടേ പശുക്കൾക്ക് ആടുകൾക്കും. അത്രയൊന്നും ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിൽ വുഡില്ല. വുഡൊക്കെ ഫ്രണ്ടിൽ നടപ്പുണ്ട്. എനിക്ക് ഇപ്പൊ വയ്യ, മടിയ. ആടാ, നിന്നെ അങ്ങ് സ്വതന്ത്രമായി എന്നാണ് അവൻ്റെ വിചാരം. പോണില്ല വിട്ടപ്പോഴേക്കും. തല്ലി കൊല്ലാൻ തോന്നുന്നുണ്ട്. എടാ, ലീഡ് പോയോ?
അമ്മ ഇപ്പൊ പോയത് ഞാൻ. ഓ അവൻ താഴെ പോയി, അപ്പൊ ലീഡും പോയി. ഞാൻ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിട്ട് ലീഡ് എടുത്തോണ്ട് വരും. പാട കേറി. ഓ ഇവനെ എടാ പാട ചക്ക ആണ മണ്ട നിന്നെയാളാ. കേറിയോ ഇങ്ങോട്ട്? ഓ ഇനി എന്നെ അതിന്റെ അപ്പുറത്തോട്ട് തുറക്കണം. ഇങ്ങോട്ട്. ഓ പിന്നെ ഇല്ല ഇല്ല ഇതായില്ലേ? കേറിയോടാ തരുവാണെങ്കിൽ. അയ്യോ കുഴപ്പമില്ല, എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം ചെയ്തവനാ. അയ്യേ ചളിവെള്ളം. ആ കറിയാ ആടാ ആടാ മാപ്പിളെ. ആ അങ്ങനെ കയറി വാ. അങ്ങനെ ഇങ്ങനെ കയറി വാ. കയറി വാ. ആ ആ കുതിര വന്നു. എൻ്റെ വീട് സ്നോയി. അങ്ങോട്ട് വാ കുതിര. ലീഡ് എന്തിയെ? ഓ അങ്ങനെ കയറാൻ പറ്റി കാണില്ല. വാ അങ്ങോട്ട്. ചേട്ടനല്ല വിളിക്കണേ. അവിടെ അങ്ങോട്ടല്ല, ഇവിടെ ചേട്ടാ ഇവിടെ ഉണ്ട്. കുതിര വന്നു. ഇവിടെ ഇനി ഞാൻ അവിടെ കുറച്ച് ഇതൊക്കെ കണ്ട വയക്കോല് അത് വെച്ച് ഈ വില്ലേജർ തന്നെ കാണിക്കാനാണ് നമ്മൾ ആ വയക്കോല് കൊണ്ട് മോഷ്ടിക്കാൻ പോവാ. മോഷ്ടിക്കേണ്ട ഓക്കെ. ഈ വയക്കോലൊക്കെ എടുത്ത കുതിരയ്ക്ക് കൊടുക്കാം. ഇത് വെച്ച് നമുക്ക് വീറ്റ് ഉണ്ടാക്കണം. ഈ വീറ്റ് വെച്ച് വേണം നമ്മള് കുതിരനും പശുക്കളെയും വേണം നമുക്ക് കുറച്ച്. ഇത്രയും കുതിരക്കായ പോരല്ല. എൻ്റെ കുതിരക്ക് വേണം ഇപ്പൊ. ഈ ബ്ലോക്ക് മൊത്തം കുതിരക്ക. അടുത്ത സെറ്റൊക്കെ മണ്ടയിലുണ്ടാവും. ഞാൻ നേരത്തെ നോക്കി വെച്ചായിരുന്നു ഈ വേൾഡ് തുടങ്ങിയപ്പോ തന്നെ. അപ്പൊ ഞാൻ സെറ്റാക്കോളാം. അമ്മേ ഇനി ഞാൻ എൻ്റെ കുതിര ഫീഡ് ചെയ്യട്ടെ ഭക്ഷണം. ഇവിടെ തന്നെ ഉണ്ടോ കുറച്ച്. ഇതാണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മണ്ടയിലെ ബ്ലോക്ക്. നമുക്കിപ്പോൾ ഇതും കുറേ ഒന്ന് നൈസായിട്ട് എടുത്തേക്കാം. ഇതൊക്കെ കുതിരയ്ക്ക് ആവശ്യമുള്ള. കുതിരയ്ക്കും പശുവിനുമാണ് ഇത്രയും സാധനങ്ങൾ. ലാമയ്ക്ക് ഇത് കൊടുക്കാവോന്ന് എനിക്കറിയില്ല. കുതിര ഇത് കഴിക്കുമോന്നും എനിക്കറിയില്ല കേട്ടോ. പശു എന്തായാലും കഴിക്കുമോ അതെനിക്കറിയാം, കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. ഇവിടെ ക്രാഫ്റ്റിൻ്റെ കൂടെ മണ്ടേ കയറിയപ്പോൾ ഇവിടെ കയറി മതി. ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് ഉണ്ടാക്കി ഇനി നമ്മളെന്തായാലും ഇത് ഉണ്ടാക്കാൻ പോകുള്ളൂ. ഒരു സ്റ്റാക്കായി നമുക്ക് തിരിച്ച് ബ്ലോക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ബ്ലോക്കിലേക്ക് കൊണ്ടുവരാം. ബ്രെഡ് ഉണ്ടാക്കാം അല്ലേ നമുക്കും കഴിക്കാൻ. ഒരു സ്റ്റാക്ക് വന്നൂലേ. ഓക്കെ ഇനി ഇവിടെ ആക്കാം. 50 വെച്ച്. ഇതെന്താ നിരന്ന് വരണ? ഞാൻ നെക്കൊന്നും പിടിച്ചില്ലല്ലോ. ഞാൻ നൈസായിട്ട് കൊണ്ടുവെക്കുക. 26 ഒരു സ്റ്റാക്ക് ഇതുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റാക്കായി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാക്ക് ഇതിനും മറ്റേ പശുവിനും. ഇതെന്താണ് നിരന്ന് വരുന്ന? ഒരു സ്റ്റാക്കായി. ഒരു സ്റ്റാക്കായിട്ടോ ഏകദേശം. ആയി ഇനി അതാവില്ല. എന്നോട് 7 ഇതില്ല. ഇനിയും ഉണ്ട് പക്ഷെ ഇതൊരു സ്റ്റാക്കാവില്ല. ഇനി 2 ബ്ലോക്കും കൂടി ഉള്ളു. ഇത് നമ്മുടെ കുതിരയ്ക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വളർത്തണം നമ്മുടെ സ്വന്തം കുതിരനെ തന്നെയാണ്. ഇനി ഫർണസ് ഇവിടെ കൊണ്ടുവെക്കണം. ഫർണസ് അമ്മേ ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്താ എനിക്ക് ഇവിടെ ഫർണസ് വെച്ചാ അങ്ങനെ നമ്മുടെ വീടൊന്ന് പണിത് കിട്ടി നന്നായിട്ട്. ഇവിടെ മൂലയ്ക്ക് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങണം. നല്ല രസമാണ്. എൻ്റെ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ ടോർച്ചൊക്കെ വെച്ച് അലങ്കരിക്കണം എൻ്റെ വീട്. അത് എൻ്റെ കോപ്പി വീട്. ശരിക്കും ബ്ലൂ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ഫോർട്ടാണ് ഇത്.
എൻ്റെ വീട് ഫോർട്രസ് ആണ്. എൻ്റെ വീട് ഫോർട്രസ്. എൻ്റെ ഫോർട്രസ്. എൻ്റെ ഫോർട്രസ്. അവിടെ വലിയൊരു ഐലൻഡ് എനിക്ക് കാണാം. ഇനി നമ്മുടെ ലക്ഷ്യം ആ കോടുകളാണ്. ആ പൂച്ചപ്പുറക്കണ്ടീനെ തല്ലിക്കൊല്ലണം. ചുമ്മാ അറിഞ്ഞട്ടാ, ഞാൻ ക്രൂരനല്ല, കൊടും ക്രൂരനായിരുന്നു. ഇതെന്താ ക്ലിച്ച് കിഴിച്ച് കിഴിച്ച് കിഴിച്ച്. ഇനി നമ്മളതിൻ്റെ മണ്ട കയറി പോകണം. അതിനെ നമുക്ക് ഡേർട്ടും ആവശ്യമുണ്ട്. തൽക്കാലം ഈ ഡേർട്ട് ഉപയോഗിക്കാം. ഇത്രയും ഡേർട്ട് മതിയായിരുന്നില്ലേ? അപ്പൊ വീണ്ടും ഇങ്ങനെ താഴെ പോവാ. നല്ല മണ്ണുള്ള സ്ഥലത്ത് വേണം നമ്മളിങ്ങനെ നിൽക്കാൻ. നേരത്തെ നമ്മൾ ആ വെള്ളമുള്ള സ്ഥലത്ത് പോകുമ്പോൾ കല്ല് പെട്ടെന്ന് അടിയിലുണ്ടാവും. കണ്ടത് അത്രയ്ക്ക് പെട്ടെന്ന് കല്ലില്ല ഇവിടെ അടിയിലായിട്ട്. ഇപ്പോഴാ കല്ലുള്ള അത്രയ്ക്ക് നല്ല മണ്ണുള്ള സ്ഥലമല്ലേ. ഇനി നമ്മൾ ഇങ്ങനെ കയറിയിട്ട് ചാടിയിട്ട് അതുകൊണ്ട് കയറിയിട്ട് ഇതും തുറക്കുക. ഓക്കെ, എത്ര ആവശ്യം ഇത്രയും കിട്ടി. ഇത്രയും പോരെ. നമുക്ക് ഈ വീട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ റൂഫിൽ കൂടി ചാടി കയറിയാൽ മതി. ഓക്കെ, നോട്ട് എ ഗുഡ് സ്പോട്ട്. ഓക്കെ, ഈ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ ഈ ബ്ലോക്ക് മതി. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ കൂടെ ചാടിയാൽ പോരെ. ഈ സീൻ എന്തിനാന്ന് എനിക്കറിയില്ല. ഈ റോട്ടൺ ഫ്ലഷ് ഇപ്പം ഇൻവെൻ്ററിയിലേക്ക് വെക്കാം. ഇപ്പം നമുക്ക് ഇതൊന്നും ഇവിടെ വെച്ചേക്കാം. കോബിൾസ്റ്റോണിനുള്ളിൽ കോൾ ഉള്ളിൽ വെച്ചേക്കാം. സീഡ് നമ്മൾ ഇത് ഇവിടെ ഇതിവിടെ 2 സ്റ്റാക്ക് വുഡ്, ഹാഫ് സ്റ്റാക്കായിട്ടുള്ള ഒരു ഇതുണ്ട് മറ്റേ അത് തന്നെ. ഓക്കെ ഓക്കെ, നമ്മളിങ്ങനെയാണ് കയറി വരുന്ന പരിപാടി. പക്ഷെ ഇനിയും കയറിയാണെങ്കിൽ നമുക്കൊരു ആർഡർ എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ സെക്കൻഡ് മൈനിങ് തുടങ്ങാം. ഇത് തന്നെയാണ് വീട് വെക്കാൻ പറ്റിയ സ്ഥലം പോലെ ഉണ്ട് അല്ലേ? ഇവിടെ വീട് വെക്കാൻ പറ്റിയ സ്ഥലം ഇത് എനിക്ക്. അപ്പോൾ ഇനി മുതൽ ഇതാണ് എൻ്റെ വീട് വെക്കാൻ എന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല, കുറേ കാരണങ്ങൾ. നമ്മൾ സ്റ്റോണേജിലേക്ക് പോകണം. നമ്മളൊരു ഫർണസ് ഉണ്ടാക്കി അത് വെച്ച്. അപ്പോൾ അത്രയും തീർന്നു. നമ്മൾ ഡയമണ്ട് വരെ കണ്ടുപിടിക്കും ഇതിൽ. അറിയില്ല, ഡയമണ്ട് പോയിട്ട് ഇത് ഗോൾഡ് പോലും കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. അയൺ പോലും കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. അയൺ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ല ഭയമാണെന്നാ തോന്നണേ. എന്നൊക്കെ ഈ കോള് കളക്ട് ചെയ്യാനില്ല ഒന്ന് ഇങ്ങോട്ട്. കോളല്ലേ ഇവിടെ ഉണ്ടായിരുന്നു. അത് വെക്കണോ കോള്. ഇനി നമ്മൾ മൈൻഡ് ചെയ്തെടുക്കുക നൈസായിട്ട്. പൊട്ടിക്കുക. യെസ്, കിട്ടി നമുക്ക്. ഓക്കെ ഓക്കെ, അതും കിട്ടി. ഇനി ഇത് പൊട്ടിച്ചിട്ട് ഇതും കൂടി പൊട്ടിച്ചാൽ കിട്ടി. കോള് 4 കോള് കിട്ടി. എന്നിട്ട് 60 കൂടി കിട്ടിയാൽ 1 സ്റ്റാക്ക് കോളായി. കോൾ ഈസി ആട്ടോ കണ്ടുപിടിക്കാൻ. പുറത്ത് വരെ കാണാം കോള്. ഡയമണ്ട് ആണ്. ഉഫ്, ഒരു രക്ഷയില്ല. ഇതിനായിപ്പോൾ ഒരു കോള് കണ്ടില്ലേ? അത് കോളാ. പൊട്ടിയ അവിടെ എത്തത്തില്ല നമുക്ക്. ഇനി എത്തില്ലേ? ഇനി എത്തും. പിടിച്ച് കിട്ടി. നമുക്കാ നമ്മുടെ മരത്തല്ലേ. കിട്ടിയോ? 4. അമ്മേ, ഇവിടുന്ന് പോയ ചത്ത് കിട്ടാ ഗൈസ്. ഓ പാർക്കോ ഈ ഓമ്മ. പവറങ്ങ് പോയി ആർമറിൻ്റെ. എന്നൊക്കെ ആർമറിന് പവർ മൊത്തം പോയോന്ന് നോക്കട്ടെ. എൻ്റെ ഈശ്വര, പവറൊക്കെ പോകാൻ തുടങ്ങി. എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴും നിലനിൽപ്പുണ്ട് നല്ല ആർമർ. നമുക്ക് ഇനി ഇതൊക്കെ ഉണ്ടാക്കണം. മറ്റേ ഷീൽഡ് ഇവിടെ ആരും കിടന്നു. ഇവിടെ വില്ലേജിൽ ഇപ്പം നമ്മൾ വില്ലേജിൽ നമ്മൾ കാണാനില്ല. സോ എൻ്റെ മണ്ട ഇവിടെ നിന്ന് ഭയങ്കര കഷ്ടമായിപ്പോയി. ഒന്ന് കെയ്മന് കുറച്ചെണ്ണം കൊടുക്കട്ടെ വീറ്റ്. മോനെ കുതിരേ, ഇത് കൊടുക്കണ്ടേ? കൊടുക്ക.
ഇത് കൊടുക്കാവോ? കുതിര ഇത് കഴിക്ക്. ഓക്കെ, കഴിച്ചിട്ടുണ്ടവൻ. കഴിച്ചോ. നീ അവിടെ നോക്കൂലോ. പശു വന്നു. നീ ഇവിടെ വന്നോട്ടോ. അങ്ങോട്ട് പോവാ. നമ്മളോട് ലവാ പ്രണയ. അയ്യോ, കിടന്നുറങ്ങാം. ഈ ടോർച്ച് ഇവിടുത്തെ അല്ലേ? ഞാൻ ഉണ്ടാക്കിയ കോളിപ്പളക്കല്ലേ കിട്ടി തുടങ്ങിയ. നമ്മൾ ഏകദേശം പ്രോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓറൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. ഇനി നമ്മൾ നേരെ അയണിലേക്ക് കടക്കും. കോളോർ കഴിഞ്ഞ അടുത്തത് അയൺ കഴിഞ്ഞ ഡയമണ്ട് അല്ലെ ഗോൾഡ്. ഏറ്റവും കൂടുതൽ കിട്ടണം നെതറില. അത് നമുക്ക് ഒബ്സീഡിയം വേണം. അതിന് നമ്മൾ ലാവ കണ്ടുപിടിക്കണം. ലാവ ആണെങ്കിൽ നേരെ കുഴിച്ചു പോയാൽ കിട്ടും. നേരെ കുഴിച്ചു പോയാൽ അറിയാലോ, ഒറ്റയടിക്ക് നമ്മൾ വടിയുമാവും. ഞാൻ വിചാരിച്ചു ഇന്നാണ്ടൊരു ജീവിയാന്ന്. പൊട്ടു എന്നാണ്ടോ പൊട്ടൻ്റെ കൂടി ഞാൻ അങ്ങ് ചാടിപ്പോയിന്നേ. ഇവിടുന്ന് ആ ബ്ലോക്ക് എനിക്ക് കിട്ടണോ? കിട്ടങ്ങോട്ട്. കിട്ടില്ല. കിട്ടിയോ? ഓക്കെ, കിട്ടിയിട്ടുണ്ടത്. എടാ, അത് കിട്ടില്ല. നമുക്ക് 18 ബ്ലോക്ക് ഉണ്ട്. ഇനി അത് കിട്ടി. ചാടി പോവാ, പൊട്ടിച്ചാൽ മതി. നമുക്ക് ലാഭം. അത് കോളല്ലേ? യെസ്, അത് കോളാ. അപ്പൊ നമുക്ക് കോള് കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടി. കിട്ടിയില്ലേ? കോള അവിടെയാ. 18 കൊണ്ടായി. ഇങ്ങനെ ഇവിടെ നിന്ന് അത് പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിക്കാം. നമുക്കെത്തും. കിട്ടിയോ? XP നമുക്ക് കിട്ടിയോ? XP കിട്ടി. അത് ഇവിടുന്ന് എത്തില്ല. ഇവിടുന്ന് പൊളിച്ചെടുക്കണം. നമ്മളിങ്ങനെ ആ ഡോർട്ട് വീണ്ടും എടുത്തോണ്ടോ. ഇനി അത് കിട്ടൂലോ. അങ്ങോട്ട് അമ്മേ, അത്രയ്ക്ക് ഉയരായിരുന്നു. ശരിയാട്ടോ, അത് നല്ല ഉയരമായിരുന്നു. നമുക്ക് ആ സാധനം കിട്ടണം. അത് തന്നെ മണ്ടേ കയറി വെക്കുക. നമ്മളിത് വീണ്ടും പൊളിക്കണം. കിട്ടിയോ? നമ്മൾ ഏറ്റവും അടിയിലത്തെ സാധനം കിട്ടൂലോ. കിട്ടും. ചാടി കിട്ടി. എന്താ അവിടെ ഒരു കോള് ചാകുന്നുണ്ട്? കോൾ എക്സ്ട്രാ കോള് കിട്ടുന്നുണ്ട്. അതെ, അവിടെ അതിൻ്റെ ഉള്ളിലൊരു കോൾ. സാധനം ചാവാറായി നമ്മുടെ. ഇവിടെ ഒരു കോള്. വീണ്ടും കോള്. ഇത് പൊട്ടിച്ച് അങ്ങനെ നമുക്ക് കോളൊക്കെ കിട്ടി. നമുക്കിപ്പം നിറച്ച് കോളുകളായി. തലമുടിയും ജീവിക്ക
ഓക്കെ, നമ്മള് അത് കോൾ ഇത്രയും കിട്ടി. 13 കോളായിരുന്നു. 13 കോൾ അടിച്ചട്. 13 കോൾ വെച്ച് കോൾ അടിച്ച്. ഇനി നമുക്ക് സ്റ്റിക്സ് ഉണ്ടാക്കണം. നമ്മുടെ കയ്യിൽ വുഡൻ പ്ലാങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വുഡൻ പ്ലാങ്ക്സ് എടുത്തിട്ട് നമുക്ക് സ്റ്റിക്സ് ഉണ്ടാക്കിയാൽ നമുക്ക് സ്റ്റിക്സ് ഉണ്ടാക്കി മാത്രം മതി. ഇനി ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോവാ. എവിടെടാ ടോർച്ച്? ടോർച്ച് ഇതിലല്ലേടാ? ഓ, കോൾ ബ്ലോക്കാ. ആ ബ്ലോക്ക് വെച്ച് കാണിച്ചിട്ട് ഒരു കുന്തവും ഇല്ല. 2 വർണ്ണം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കൊരു 4 ഇതുണ്ടാക്കി വെച്ചേക്കാം. ഇത്രയും മതി, 4 മതി. ഓ, 16 ടോർച്ച്. 16 ടോർച്ച് അല്ല 10 12 4 ടോർച്ച്. ഈ 4 ടോർച്ച് 16 ടോർച്ച്. ടോർച്ചറമി. നമുക്ക് ബോട്ട് ഇപ്പം ആവശ്യമില്ല. നമുക്ക് വെള്ളത്തിൻ്റെ അക്കരയൊന്നും കിടക്കണ്ട. നമ്മൾ ഇവിടെ തന്നെ സ്ഥലം ആക്കിയേക്കും. അത് ബോട്ടൊന്നും ഉണ്ടാക്കി വെറുതെ വരയ്ക്കണ്ട. വലിയ കുറേ ഇതാവുമ്പോൾ നമുക്ക് ബോട്ട് യൂസ് ചെയ്യാം. എവിടെ ഇത് വെക്കുക രസത്തിന്? എന്താ ചെയ്യേണ്ട കിട്ടില്ല. ഈ യെല്ലോ അവിടെ മഞ്ഞുണ്ട്. ഇത് അത്രയ്ക്ക് രസമല്ല മൂളിക്ക്. വാ, അരേ വാ, നല്ല രസം. ഇനി ഈ ടോർച്ച് നമുക്ക് ചെറുക്കിയൊക്കെ ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഈ സാധനം ചത്തു. നമുക്ക് സ്റ്റിക്സ് ഇല്ല, വുഡൻ പ്ലാങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും സ്റ്റിക്സ് ഉണ്ടാക്കണം. ഈ സ്റ്റിക്സ് വെച്ച് നമുക്ക് മറ്റേ ഇതൊക്കെ ഉണ്ടാക്കാം. പിക്കാക്സ് ഇത്. അപ്പോൾ നമുക്ക് സ്റ്റിക്സ് വേണം. ഈ 2 സ്റ്റിക്സ് നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. എവിടെ? ഇതല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് പിക്കാക്സ് കിട്ടി. ഒരു പിക്കാക്സ്. പിന്നെ ഇപ്പം ഇതൊക്കെ ഉണ്ട്. വാള് വേണം. ഒരു സ്റ്റോൺ സ്വേർഡ്. രണ്ടാമത്തെ കൂടി ഇരിക്കട്ടെ. ആവശ്യം വരും. സ്റ്റോണ് കിട്ടാൻ ഭയങ്കര പാടൊന്നുമില്ല. സ്റ്റോൺ ഡേർട്ടാണ് ഏറ്റവും ഈസി. സ്റ്റോണും ഈസി തന്നെയാണ്. ഡേർട്ട് കുറച്ച് പൊളിച്ച് പോകുമ്പോൾ കിട്ടും. അപ്പോൾ ഈ 2 ടോർച്ച് കൂടി നമുക്ക് 17 ടോർച്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്റ്റാക്ക് 36 വീറ്റ് വേണം. 34 വീറ്റും ഇവിടെ. അതെന്താ 1 വീറ്റ് മാത്രമേ അങ്ങോട്ട് പോകുള്ളൂ? ഇവിടെ സീഡ്. ഈ ഫെദർ വെച്ച് എന്ത് ചെയ്യാനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു ബുക്ക് എന്നാണ്ട് ഉണ്ട് ഫെദർ വെച്ച് ഉണ്ടാക്കാൻ പറ്റണ. ഈ കോബിൾ സ്റ്റോൺ വെച്ച് നമ്മൾ എന്നാ ഉണ്ടാക്കും? നമുക്ക് ഇനി എന്തായാലും ഉണ്ടാക്കാം. ഈ കോബിൾ സ്റ്റോൺ ഇനി ബിൽഡ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഈ വീട് മൊത്തം കോബിൾ സ്റ്റോണാണ്. വീട് തന്നെ ഉണ്ടാക്കിയത് കോബിൾ സ്റ്റോൺ വെച്ചായതുകൊണ്ട് 24. നമ്മുടെ ഇപ്പം ഇത്രയേ ഉള്ളൂ ഭക്ഷണം. റോട്ടൻ ഫ്ലഷ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത് കഴിച്ച ഹങ്കർ കൂടും. ഇനി നമുക്ക് സ്റ്റിക്സ് വേണം. ഇനിയും ടോർച്ച് ഉണ്ടാക്കാം നമുക്ക് 17ലും കൂടുതൽ. ഇപ്പം ഞാൻ ഫില്ല് ചെയ്ത് നോക്കട്ടെ എന്ത് ചെയ്യാനാന്ന്. ഇത് ചാവാറായിരിക്കണ പിക്കാക്സാ. എന്തായാലും ഈ ഒരു ദിവസം കൊണ്ട് അത് ചാവും. ഡ്രോയിങ് സ്റ്റാൻഡ് എനിക്കറിയില്ല എന്തിനാന്ന്. ഏകദേശം എനിക്കറിയാം ഈ പോർഷനൊക്കെ വെക്കാനാന്ന്. വീടിൻ്റെ ലുക്കൊന്ന് നോക്കട്ടെ പുറത്ത് നിന്ന്. അല്ല യു വരണം. നമ്മളുണ്ടാക്കിയതല്ലേ, കാണാൻ കൊള്ളില്ലാത്ത പോലെ. ഇത് നമുക്ക് ഡെക്കറേഷൻ. അതെന്താ ഒരു പടച്ചു കൂടിയത്? വവ്വാലല്ലേ ഇത്?
അവിടെ ബാറ്റ്, അവിടെ വവ്വാല്, ഗുഹയോ? പിന്നെ ഗുഹയുണ്ടോ ഇവിടെ? അവിടെ ഗുഹ. ഓ, അവിടുന്ന് കയറി വന്നതാന്ന് തോന്നുന്നു. ഇതാ ഞാൻ +2 എടുത്തേക്കണം അവിടെ. അവിടുന്ന് കയറി വന്നതാന്ന് തോന്നണേ. ഇനി നമുക്ക് ഈ പൂവൊക്കെ പറിച്ച് നമ്മുടെ വീടിന് ചുറ്റുമാക്കാം. കുറേ പൂ പറിച്ചിട്ട് അപ്പം നമ്മുടെ വീട് ഏതാണെന്ന് ഒറ്റയടി മനസ്സിലാവും. കാരണം നമ്മുടെ അപ്പുറത്തൊരു ഫോർട്രസ്സും ഉണ്ട്, ഇവിടെ ഒരു ഫോർട്രസ്സും ഉണ്ട്. അപ്പോൾ മനസ്സിലാവുന്നില്ല എനിക്ക്. അല്ല, ഒരു കാണാനൊരു ഭംഗിയില്ല. നമ്മുടെ വീടിനെ വെച്ച് നോക്കാം. കോപ്പിയടി വീട് പോലത്തെ തോന്നും. കോപ്പിയടി തന്നെയാണ്, പക്ഷെ കോപ്പിയടി അല്ല. അത് നമ്മൾ താമസിക്കാനായിട്ടൊരു സ്ഥലം കിട്ടി. റോബ്ലോക്സിൻ്റെ ഷിംപ് ഗെയിം ഇഷ്ടവർക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇപ്പോൾ എന്നിട്ട് റോബ്ലോക്സിനെ കുറിച്ചൊക്കെ ഇവിടെ പറയണം. ഇവിടെ കുറേ പൂക്കളുണ്ട്, കുറേ എണ്ണുണ്ട്. നീ അല്ലടി എൻ്റെ അടുത്തുനിന്ന് വീറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയവള് അല്ലടി. ഇപ്പോൾ നമ്മളോടൊരു ഇതും ഇല്ല. അന്ന് കൊടുത്തപ്പോൾ ഒരു കൊടുത്തതിന് സ്നേഹമുള്ളൂ, അത്രേ ഉള്ളൂ നമ്മളോട്, അല്ലേ? എടുത്തോളാം. രാത്രിയാവുന്നുണ്ട്, ചെകുത്താന്മാര് വരും. ഇല്ല വരില്ല അല്ലേ? തുറക്ക്. ഇനി രാവിലെ തുടങ്ങിയാലോ പണി? രാവിലെ തുടങ്ങാം. ഇനി തുറക്ക്. യെസ്. ഓ, ഇവിടെ ഉണ്ടല്ലേ, ഇനിയുണ്ട്. കുറേ പൂക്കളുണ്ട്. എന്താണത്? ഓ, ഞാൻ സോംബി നിൽക്കണമല്ലോ. സോംബി പുറത്ത് തലയിൽ റിബണൊക്കെ ഇട്ട് നിൽക്കണമല്ലോ. അല്ലാണ്ട് ഇത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തുടങ്ങാൻ പോകണല്ലോ. ഇത് കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് നമ്മൾ എന്തൊരു കഷ്ടമാണ് ഇത്. ഇവിടെ കുറച്ച് പൂക്കളൊക്കെ നോക്കാമെടുത്ത് 14 ഈ വെള്ളപ്പൂ ഉണ്ട്. ഇവിടെ നിന്ന് മൊത്തത്തിൽ വരണല്ലോ. അളിയാ, ഇത്രയുണ്ട് 10 ഇത്. 10-12 പൂക്കളുണ്ട് നമ്മുടെ കയ്യിൽ. ഇനി നമ്മളിതൊക്കെ വെച്ച് വീട് പണിയണം. അല്ല, വീടും പോട്ടെ, വീട് ഡെക്കറേറ്റ് ചെയ്യണം. നമ്മൾ പുറത്താണ് ഡെക്കറേഷൻ. വീട്ടിൽ ഡെക്കറേഷൻ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. പുറത്തുനിന്ന് കാണാനാണ് ആദ്യം ഭംഗി വേണ്ടത്, അത് കഴിഞ്ഞിട്ട് മതി അകത്ത്. അപ്പോൾ എല്ലാം പൂക്കളിട്ട് നമ്മളിങ്ങനെ ഡെക്കറേഷൻ. മാറിക്കാ ഫ്രണ്ടിൽ നിന്ന്. ഒരു പൂ നടുമ്പോൾ അവൻ്റെ ചന്തി കാണിച്ചോണ്ട് ഫ്രണ്ടിലോട്ടേക്ക് വരണത്. മാറിക്ക് എൻ്റെ അമ്മ. ഓ, എന്തോ ഞാനുണ്ട്. അവൻ്റെ തല കൊണ്ടൊക്കെ അവൻ ബാക്ക് സൈഡ് മാറ്റിക്കൊണ്ട് അങ്ങോട്ട് എൻ്റെ ഫ്രണ്ടിലോട്ട് വന്ന് കയറിയിട്ട് അവനിപ്പം എന്നെ പുറത്ത് കയറ്റി. ഇതൊന്നും ചെയ്യേണ്ടത് എന്താ മണ്ട തന്നാ? ഓ, എനിക്ക് ഡിസൈൻ വർക്ക് ആയില്ല. എന്താണ്ടൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഇതൊന്നാണ് എന്നെ ഉമ്മ കൊടുക്കാൻ വരുന്നത്, നാണില്ലാത്തവനെ. ഇത് തീർന്നു. ഇനി ഇതും കൂടി എടുത്താൽ മതി. ഇത് ഇത്രയും മതിയായിരുന്നില്ലേ പൂവ് ഡെക്കറേഷൻ? ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ.
ഈ റെഡ് റോസുകൾ വെച്ചാണ് നമ്മുടെ അടുത്ത ഡെക്കറേഷൻസ്. ഇതിങ്ങനെ കൊണ്ടുപോവാ. ഓക്കെ, റെഡ് റോസ് തീർന്നു. ഇനി എന്താ ഓക്സൈഡ് ഡേസിയാ? മിക്കി മൗസിലെ ഡേസിയുടെ ഒക്കെ നമ്മൾ ഈ വാതിലിൻ്റെ ഇവിടെ ഉണ്ടാക്കണ്ടോ? വേണ്ട അല്ലേ? വാതിലിൻ്റെ അടുത്ത് വെച്ചാൽ നമുക്ക് കയറി പോകാൻ പറ്റില്ല. ഇനി നമുക്ക് സൺഫ്ലവർ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. സൺഫ്ലവർ നല്ല പൊക്കമുള്ള ഒരു ഇതാ. ഇപ്പം നല്ല രസമുണ്ടോ? ലേ കുഴപ്പമില്ല. താഴെ ഒരു വലിയ രസം കിട്ടുന്നേ ഉള്ളൂ. ഇനി മുറ്റത്ത് ഇങ്ങനെ വെച്ച് വെക്കണം. നമ്മുടെ പുറത്ത് വീട്ടിൻ്റെ മുറ്റത്ത് മാത്രം പുല്ല് വളരാൻ പാടുള്ളൂ. മറ്റേ ബോണ്ടൈ നമുക്ക് ഉണ്ടാക്കിയില്ല, ബോൺ വെച്ചുള്ള ഡൈ. ആ ഡൈ വെച്ചുണ്ടാക്കിയാൽ നമുക്ക് കുറേ പുല്ല് പുറത്ത് വരും. ഓക്കെ, നമ്മുടെ PC ഇപ്പം ചാവും. അമ്മോ, ഇപ്പം ചത്തേനെ. ഓക്കെ, എന്തിയേ ഇപ്പോൾ എവിടെ അല്ല, ഗെയിമിലല്ലല്ലോ, എവിടെ ഉണ്ടായാലും കാണുന്നില്ല. മൾട്ടിപ്ലെയർ ഓഫല്ലേ? കൺട്രോളർ ഒന്നിന് നമ്മൾ കീബോർഡല്ലേ? അതെ, ഫുൾ സ്ക്രീൻ. ഈ ഫുൾ സ്ക്രീൻ അല്ല, ഫുൾ സ്ക്രീൻ ഇവിടെ ഇവിടെ എല്ലാം ജനറലിലായിരിക്കും. അതുമല്ല, വീഡിയോ അവിടെ ഇല്ലേ? ഓഡിയോയിൽ നോക്കിയിട്ട് ഒരു കാര്യമില്ല, സൗണ്ടാണ് വരുന്നു. ഇവിടെ എവിടെയുണ്ട്? ഇവിടെ ഫുൾ സ്ക്രീൻ ഇല്ലടാ ഇതിൽ, കാണുന്നില്ലേ? ഇവിടെ ഇല്ല. ക്രിയേറ്റ് വീഡിയോയിൽ